In the next few minutes, I am going to, along with what others have said, contribute to your appetite. നിങ്ങളുടെ ദൈവവചനത്തിനു വേണ്ടിയുള്ള വിശപ്പിൽ ഇതിനു മുൻപ് സംസാരിച്ചതുപോലെ ചില നിമിഷങ്ങൾ ഞാനും അതിൽ പങ്കുകാരനാകാം എന്ന് ആഗ്രഹിക്കുന്നു. Not to increase your appetite just for lunch. നിങ്ങൾക്ക് ഭക്ഷണത്തിനു വേണ്ടിയുള്ള വിശപ്പിനു വേണ്ടി അതിന് തുരകമാകുവാനല്ല, but to try and increase your appetite for ecumenical witness. എന്നാൽ എക്യുമെനിക്കൽ ജീവിതത്തിനു വേണ്ടിയും സാക്ഷ്യത്തിനു വേണ്ടിയുമുള്ള നിങ്ങളുടെ ആവേശത്തെ ഒന്നുകൂടെ പ്രോജ്വലമാക്കുവാനാണ് എൻ്റെ താല്പര്യം. Whenever we talk about coming together, ഒരുമിച്ച് വരുന്നതിനെ പറ്റി നാം സംസാരിക്കുമ്പോൾ we remember the prayer of Jesus as recorded in John chapter 17. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു കർത്താവിന്റെ പ്രാർത്ഥന നാം എപ്പോഴും ഓർക്കാറുണ്ട്. In verse 21, Jesus says, I pray that they all may be one. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നു. This is also the motto of the Church of South India, that they all may be one. അവരെല്ലാവരും ഒന്നാകേണ്ടതിന് തന്നെ എന്നുള്ളതാണ് തെന്നിന്ത്യ സഭയുടെ പ്രത്യേകമായ നിയോഗവാക്യം. However, this idea of oneness somehow conveys the idea of homogeneity. എന്നാൽ പലപ്പോഴും ഈ ഐക്യത അഥവാ ഒരുമ എന്നത് ഒരേ തരത്തിലുള്ളത് എന്ന ഒരു അർത്ഥം സംവേദിപ്പിക്കാറുണ്ട്. But the communion of churches in India, where Marthoma, CSI and CNI are members, have proved it otherwise. മാർത്തോമാ സഭയും CSI, CNI സഭകളും ഒരുമിച്ചുള്ള ഭാരത സഭയുടെ കൂട്ടായ്മയിൽ, കമ്മ്യൂണിയൻ ഓഫ് ചർച്ചസിൽ ഇത് വ്യത്യസ്തമായ രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. We also have another forum called the National United Christian Forum, where Catholic Bishops' Conference in India and Evangelical Fellowship in India, along with NCCI, have a different kind of unity. ഐക്യത്തെ പറ്റി മറ്റൊരു തരത്തിലുള്ള ഒരു മാതൃകയാണ് കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസും NCCIയും അതോടൊപ്പം ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയും ചേർന്നുള്ള പ്രവർത്തന മേഖല. We have now come to understand that oneness is not organic unity, oneness is not homogeneity, oneness is not uniformity, but is something beyond all this. ദൈവവിഭാവനം ചെയ്യുന്ന ഐക്യം എന്നത് ഒരേ തരത്തിലുള്ളത്, എല്ലാവരും ഒരേപോലെ ആയിത്തീരുന്ന ഒരു സാഹചര്യമല്ലെന്നും എല്ലാവരും പരസ്പരം ഒന്നായിത്തീരുന്നതും അല്ലെന്നും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഐക്യത്തിൻ്റെ ക്രമീകരണമാണെന്നും മാതൃകയാണെന്നും തിരിച്ചറിയുവാൻ ഈ പ്രവർത്തനവും സാക്ഷ്യവും നമ്മെ സഹായിക്കുന്നുണ്ട്. Keep this at the back of your mind as we explore three simple things on ecumenism. എക്യുമെനിസത്തെ പറ്റി 3 ലളിതമായ വസ്തുതകൾ നാം വിചിന്തനം ചെയ്യുമ്പോൾ ഇതിനു മുൻപ് ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങളെ ദയവായി നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക. We can understand ecumenism along with all what Thirumenis have said and along with all that we know
as something that affirms space. എക്യുമെനിസം അഥവാ സഭൈക്യം എന്ന് പറയുന്നത് ജീവന ഇടങ്ങളെ ഉറപ്പിക്കുന്ന ഒരനുഭവമാണ്. It is affirming a space where we do together what we could not otherwise do by ourselves. നാം ഒറ്റയ്ക്ക് ചെയ്യുവാൻ കഴിയാത്ത പ്രവൃത്തികൾ ഒരുമിച്ച് ചെയ്യുന്നതും ഒരുമയോടെ ജീവിക്കുന്നതുമാണ് ഈ എക്യുമെനിസം എന്ന് പറയുന്നത്. Based upon some of the theological understandings of our churches, നമ്മുടെ സഭകളുടെ മാത്രം പ്രത്യേകമായ ദൈവശാസ്ത്ര കാഴ്ചപ്പാടുകളിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട്, based upon certain heritages and traditions of our churches, നമ്മുടെ സഭകളുടെ മാത്രം ചില വിശ്വാസ പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നിന്നുകൊണ്ട്, there are some things that we may not be able to practice in that context. നമുക്ക് ചെയ്യുവാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ഇടപെടുവാൻ സാധിക്കാത്ത ചില മേഖലകൾ ഉണ്ടായേക്കാം. Ecumenical space is a space where we can experiment that together. എന്നാൽ എക്യുമെനിക്കൽ ഇടം എന്ന് പറയുന്നത് അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇടപെടുവാനും ഒരുമിച്ച് പ്രവർത്തിക്കുവാനുമുള്ള ഒരു ഭൂമികയാണ്. Archbishop Felix Machado, the Secretary General of the Catholic Bishops' Conference in India, will say, what we can do together, we should never do alone. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ആർച്ച് ബിഷപ്പ് ഫിലിക്സ് മക്കാഡോ പറയുന്ന കാര്യം, നമുക്ക് ഒരുമിച്ച് ചെയ്യുവാൻ കഴിയുന്നതിനെ ഒരിക്കലും നാം ഒറ്റയ്ക്ക് ചെയ്യരുത് എന്നാണ്. We also have several metaphors that we know about ecumenism. One of it is household of God. എക്യുമെനിസത്തെ പറ്റി അഥവാ സഭൈക്യത്തെ പറ്റി നമുക്ക് പരിചിതമായ പല രൂപങ്ങളുണ്ട്. അതിലൊന്നാണ് ഭവനം എന്നുള്ളത്. However, we no longer use that because the biblical understanding of the household is that it also had slaves. എന്നാൽ ആ ഭവനം എന്നുള്ള ഒരു കാഴ്ചപ്പാടിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ എക്യുമെനിസത്തെ ഉൾക്കൊള്ളുവാനും നിർവചിക്കുവാനും നാം പ്രയത്നിക്കുന്നു. We no longer, in ecumenism now, we do not believe that there are slaves and others in our fellowship. എന്തുകൊണ്ടെന്നാൽ ഒരു ഭവനം എന്ന തരത്തിൽ വേദപുസ്തകത്തിൽ നാം വായിക്കുന്ന ഇടങ്ങളിലൊക്കെ ആ ഭവനത്തിലെ അംഗങ്ങളുമുണ്ട്, ആ ഭവനത്തിലെ അംഗങ്ങളല്ലാതെ അവിടെ അടിമകളുമുണ്ട് എന്ന് മനസ്സിലാക്കണം. എന്നാൽ അങ്ങനെ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ ഭവനം എന്നുള്ള എക്യുമെനിക്കൽ രൂപകം നാം ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. In times past, the metaphor of platform was also used, but we no longer use that because somebody sets the stage and somebody else comes and performs. That is also not equal to ecumenical thinking. അതോടൊപ്പം മറ്റൊരു പദപ്രയോഗമാണ് എക്യുമെനിസത്തെ വിശദീകരിക്കുന്ന പദപ്രയോഗമാണ് വേദി എന്നുള്ളത്. എന്നാൽ അതും നാം ഇപ്പോൾ ഉപയോഗിക്കാറില്ല. കാരണം അതിലും അന്തർലീനമായ പല പ്രശ്നങ്ങളുണ്ട്. വേദി എന്ന് പറയുമ്പോൾ ചിലരൊക്കെ വേദി നിർമ്മിക്കുവാനുള്ളവരും ആ വേദി നിർമ്മിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ വേദിയിൽ ഉപവിഷ്ടരാകുവാനും അവിടെ പ്രധാനപ്പെട്ട സ്ഥാനം നേടുവാനും മറ്റു ചിലരാണ്. അതുകൊണ്ട് ആ ഒരു വലിയ വൈരുദ്ധ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വേദി എന്നുള്ള വാക്കും ഇപ്പോൾ ഉപയോഗിക്കാത്തത്. Some years ago, the WCC Commission on World Mission and Evangelism adopted the picture of a landscape, mission as landscape. ചില വർഷങ്ങൾക്ക് മുൻപ് ദൗത്യത്തെ പറ്റി ഒരു ഭൂമി ഘടന എന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ ഇടം എന്ന തരത്തിൽ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ഒരു ഭാഗമായ വേൾഡ് മിഷൻ എന്ന സംഘടന അതിനെ മുൻപോട്ട് കൊണ്ടുവരികയുണ്ടായി. A few years before that, discussions in the National Council of Churches in India introduced the metaphor of a garden to understand ecumenism. എന്നാൽ അതോടൊപ്പം NCCIയുടെ ചർച്ചകളിൽ സഭൈക്യത്തെ പറ്റി വിശദീകരിക്കുവാൻ ഒരു ഉദ്യാനം എന്ന ഒരു അലങ്കാരവും അതിനെപ്പറ്റി അങ്ങനെയുള്ള ചിന്തകളും പ്രത്യേകമായി ഉണ്ടായി എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. There is space for everyone. There is space for cactus with thorns. There is space for other thorns. There is space for fruit-bearing trees. There is space for flowering plants. There are space for crotons where there are no flowers. There is space for everyone. എന്തുകൊണ്ടെന്നാൽ ഒരു ഉദ്യാനത്തിൽ എല്ലാ തരത്തിലുമുള്ള സസ്യാദികളുണ്ടല്ലോ. അവിടെ മുള്ളുകളും ഒക്കെയുള്ള തരത്തിലുള്ള ചെടികളുണ്ട്, മനോഹരമായി പുഷ്പിക്കുന്ന ചെടികളുണ്ട്, എന്നാൽ പുഷ്പങ്ങളില്ലാത്ത തരത്തിലുള്ള
സസ്യാദികളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ വൈവിധ്യങ്ങളുള്ള മനോഹാരിത വൈവിധ്യങ്ങളുടെ തിരിച്ചറിയുന്ന ഒരു ഉദ്യാനം. This goes well. We need to go beyond garden to jungle, forest metaphors, but this goes well with our understanding of the word oikumene, which means the whole inhabited world, but also the cosmos beyond it. എന്നാൽ ഈ ഒരു പ്രത്യേകമായ രൂപകം സഭൈക്യം എന്നതിനെ പറ്റി ഒരു നല്ല രൂപകം തന്നെയാണ്. ഒരുപക്ഷെ അതിൽ നിന്ന് മുൻപോട്ട് നാം പോകേണ്ടിയിരിക്കുന്നു. ഒരു എക്യുമിനിസത്തെ ഒരു വനം എന്ന നിലയിൽ എല്ലാ തരത്തിലുമുള്ള സസ്യങ്ങളും മൃഗങ്ങളും ഉൾപ്പെടുന്ന വനം എന്ന നിലയിലൊക്കെ ചിന്തിക്കേണ്ടി വന്നേക്കാം. എന്നാൽ അതിൻ്റെ പ്രത്യേകത ഇതിലൊരു വലിയ വൈവിധ്യമുണ്ടെന്നും ആ വൈവിധ്യം എന്ന് പറയുന്ന എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതും പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതുമായ അനുഭവമാണെന്നുമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഒയ്ക്യുമെനെ എന്നുള്ള വാക്കിൻ്റെ ഇന്നത്തെ സാങ്കത്യം. So the first thing I want you to bear in mind, along with all the other things that you know, is that ecumenism is about affirming space. അതുകൊണ്ട് ആദ്യമായി നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കേണ്ടത് എക്യുമെനിസം എന്നത് ഒരു ഇടമാണ്, ഒരു ജീവന ഇടമാണ്, ജീവനും പ്രോത്സാഹിപ്പിക്കുന്ന ആദരിക്കപ്പെടുന്ന ഒരിടമാണ് എന്നുള്ള വസ്തുതയാണ്. The second thing that I want you to remember is that it is a space for all, ALL spelt with the capital letters. രണ്ടാമതായി എനിക്ക് പറയുവാനുള്ളത് എക്യുമെനിസം എന്നത് എല്ലാറ്റിനെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരിടമാണ് എന്നുള്ളതാണ്. The most important thing about all is not accommodation, but to have the perspective of the least, the last and the lost. എല്ലാവരും എന്ന് പറയുമ്പോൾ എല്ലാവരെയും നമ്മുടെ അടുക്കിലേക്ക് ചേർത്ത് നിർത്തുക എന്ന് മാത്രമല്ല, അതൊരു കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകതയാണ്. ഏറ്റവും ചെറിയവരുടെയും നഷ്ടപ്പെട്ടു പോയവരുടെയും അവസാനത്തെ ആളിൻ്റെയും ആ വ്യക്തിത്വത്തിൻ്റെ ദൃഷ്ടിയിലൂടെ ലോകത്തെ കാണുന്നതാണ് ഈ വസ്തുത. I don't have to elaborate. You know the parables of the least, the last and the lost. യേശു കർത്താവ് പറഞ്ഞ ഉപമകൾ നമുക്കറിയാമല്ലോ. നഷ്ടപ്പെട്ടതിനെ പറ്റിയും അവസാനത്തേതിനെ പറ്റിയും ഒക്കെയുള്ള കർത്താവിൻ്റെ ഉപമകൾ നമുക്ക് പരിചിതമാണ്. It is to have the perspective of the sovereignty of the least rather than talking about the kingdom of God. അതുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യം എന്നതിനെ പറയുന്നതിനേക്കാളും ഏറ്റവും ചെറിയവരുടെ ചെറുതിൻ്റെ ഒരു ശക്തി, അതിൻ്റെ പരമാധികാരം എന്നുള്ളതാണ് നാം ഇന്ന് ചിന്തിക്കേണ്ടത്. Both are same, but the nomenclature is important. രണ്ടും ഒന്ന് തന്നെയാണ്, എങ്കിലും അതിനെപ്പറ്റി നാം പറയുന്നത്, അതിന് നാം നൽകുന്ന വിശദീകരണം, അതിനെ നാം തിരിച്ചറിയുന്നത് വ്യത്യസ്തമായിട്ടാണ്. The perspective of the sovereignty of the least is most important. ചെറുതിൻ്റെ പരമാധികാരം എന്നുള്ള കാഴ്ചപ്പാട് ഏറ്റവും പ്രസക്തമാണ്. Jesus said, unless you become like children, the least among you, you will never even see the kingdom of God, forget about entering it. കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഈ ഒരു ശിശുവിനെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും ദൈവരാജ്യം കാണുകയില്ല, പിന്നെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും വേണ്ടല്ലോ. The most striking vision is the vision we see in Isaiah 11. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ നാം കാണുന്ന ദർശനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. The wolf shall live with the sheep. Verse 6. The wolf will live with the sheep. 6-ാം വാക്യം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11:6. ചെന്നായി കുഞ്ഞാടോട് കൂടെ പാർക്കും. The leopard will live with the kid. പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. The calf and the young lion shall grow up together. പശുക്കിടാവും ബാലസിംഹവും തടിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. A little child shall lead them. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. The cow and the bear shall be friends. പശു കരടിയോടുകൂടെ മേയും. And their young shall lie down together. അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. And here is the most important thing. The lion shall eat straw like cattle. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദർശനമാണ് ഈ അവസാനം കാണുന്നത്. അതിപ്രകാരമാണ്, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. It is not about the cattle eating flesh, it is about the lion eating straw. കന്നുകാലികൾ മാംസഭക്ഷണം കഴിക്കുന്നതല്ല ഇവിടുത്തെ ഊന്നൽ. എന്നാൽ സിംഹം
വൈക്കോൽ തിന്നുന്നു എന്നുള്ളതാണ്. I am not a sound theologian like many of the theologians you have in the Marthoma Church. ഇവിടെ സന്നിഹിതരായ വലിയ ദൈവശാസ്ത്രജ്ഞനെ പോലെയുള്ളൊരു ദൈവശാസ്ത്രജ്ഞനൊന്നുമല്ല ഞാൻ. My simple reading of this says, if it is a space for all, it has to be on the terms of the weak and the vulnerable. എന്നാൽ എനിക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ലഭിക്കുന്ന കാഴ്ചപ്പാട് എല്ലാവരുടെയുമായി തീരണമെങ്കിൽ അത് ഏറ്റവും ചെറിയവൻ്റേത് ആകുമ്പോൾ മാത്രമേ സാധ്യമാകുകയുള്ളൂ. The agenda of my life, the programs of my family, the agenda of the church, the agenda of the ecumenical movement must be designed from the perspective of the weak and the vulnerable. Then and then alone it becomes a space for all. എൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ സഭയുടെയോ എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളുടെയോ പ്രവർത്തന പരിപാടികൾ അത് സംഗതമാകണമെങ്കിൽ ഏറ്റവും ചെറിയവൻ്റെ കാഴ്ചപ്പാടിലൂടെ അവൻ്റെ ദൃഷ്ടിയിലൂടെ വേണം അത് ക്രമീകരിക്കപ്പെടുവാൻ. Finally, ഏറ്റവും അവസാനമായി the third thing that I would like you to remember, നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ വസ്തുത, ecumenism is an attribute of God which God wants to see in us. നമ്മിൽ ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്ന ദൈവ സ്വഭാവത്തിൻ്റെ സവിശേഷതയാണ് എക്യുമെനിസം അഥവാ സഭയ്ക്ക് അനുഭവം. In the Gospel according to St. John, chapter 1, verse 1, all of us know by heart. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് ഏവർക്കും ഹൃദിസ്ഥമാണല്ലോ. In the beginning was the Word was with God, and the Word was God. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവം ആയിരുന്നു. We believe in a Trinitarian God. നാം ത്രിയേക ദൈവത്തിൽ അഥവാ തൃത്വത്തിലാണ് വിശ്വസിക്കുന്നത്. Jehovah Witnesses believe Jehovah alone. യഹോവ സാക്ഷികൾ യഹോവയിൽ മാത്രമാണ് അവരുടെ വിശ്വാസം അർപ്പിക്കുന്നത്. There are some groups which says Jesus alone. മറ്റു ചില ഗ്രൂപ്പുകളൊക്കെ പറയുന്നത് യേശു മാത്രം എന്നാണ്, യേശുവിൽ മാത്രമാണ് അവരുടെ വിശ്വാസം. There are some others who emphasize on the Holy Spirit. മറ്റു ചിലരാകട്ടെ പരിശുദ്ധാത്മാവിൽ മാത്രമാണ് അവരുടെ വിശ്വാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. But most of us, as in the Christian tradition, believe that our understanding of God, the Christian understanding of God, is that the God is Trinitarian God. എന്നാൽ നാം ഏവരും വിശ്വസിക്കുന്നത് ദൈവത്തെ തൃത്വമായാണ്, ആ തൃത്വത്തിലാണ് നമ്മുടെ വിശ്വാസം, ദൈവവിശ്വാസം നമുക്കുള്ളതും. The word with in John 1:1 gives the key to the understanding of this Trinity. ദൈവത്തോട് കൂടെ എന്നുള്ള ആ പ്രത്യേക വാക്കാണ് തൃത്വത്തെ പറ്റിയുള്ള ഒരു വളരെ സവിശേഷമായ ദർശനം നമുക്ക് നൽകുന്നത്. People say if you try to understand Trinity, you will lose your mind. പലരും പറയാറുണ്ട് തൃത്വത്തെ നാം മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ ചിന്ത നഷ്ടപ്പെട്ടു പോകുന്നതാണ്. But if you deny Trinity, you will lose your soul, they say. എന്നാൽ നാം തൃത്വത്തെ നിഷേധിക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മാവിനെ തന്നെ നമുക്ക് നഷ്ടമാകും. Anyway, that's an aside. What I want to mention here is that the key is the word with. ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ ഒരു താക്കോൽ വാക്ക് എന്ന് പറയുന്നത് കൂടെ എന്നുള്ളതാണ്. This is not the time for me to tell you Greek words, but those of you who know Greek and Achanmar, I just want to emphasize that the word with here is not sun. ഇവിടെ കൂടെ എന്ന ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ മൂലഭാഷയിലെ ഗ്രീക്ക് ഭാഷയിലെ ആ പ്രത്യയം എന്ന് പറയുന്നത് സുൻ എന്ന വാക്ക് അല്ല. It is the word pros, which means moving together. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പ്രത്യേക പദം പ്രോസ് എന്ന ഗ്രീക്ക് പദമാണ്. അതിൻ്റെ അർത്ഥം ഒരുമിച്ച് സഞ്ചരിക്കുക, ഒന്നിലേക്ക് നീങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം. It is about moving towards each other. അത് പരസ്പരം നാം ചേർന്ന് വരുന്നതിൻ്റെ ഒരു പ്രത്യേകമായ അനുഭവമാണ്. So if we are moving together from point A and point B, we are inseparably moving together. നാം രണ്ട് ബിന്ദുക്കളിൽ നിന്ന് ഒരുമിച്ച് ഒന്നിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ നാം നിരന്തരമായി ഒരു തരത്തിലും നമ്മെ വേർപിരിക്കാൻ കഴിയാതെ വണ്ണം നാം അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. This attribute of the Trinitarian God which moves within the three-personhood of the Trinity, തൃത്വത്തിൻ്റെ പ്രത്യേകമായ സ്വഭാവ വിശേഷത എന്ന് പറയുന്നത് നിരന്തരമായി ഈ മൂന്ന് ദൈവ
ആളത്വങ്ങളും പരസ്പരം ചേർന്നുകൊണ്ടേയിരിക്കുന്നു, അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. This is important for us to affirm. അത് നമ്മുടെ വിശ്വാസത്തിൽ നാം ഉറപ്പോടെ പ്രസ്താവിക്കേണ്ട ഒരു വസ്തുതയാണ്. It is about holding together. അത് പരസ്പര ബന്ധമായി നാം ജീവിക്കേണ്ട അനുഭവമാണ്. Pastors and church leaders will understand pastoral decisions is not one cut and two pieces. It is about holding two pieces together. പ്രത്യേകിച്ച് പട്ടത്ത ശുശ്രൂഷയിലുള്ള വൈദികർക്കും മറ്റെല്ലാവർക്കും അറിയാമല്ലോ, പലപ്പോഴും നമ്മുടെ ഇടവകളിലെ തീരുമാനങ്ങൾ വെട്ടൊന്ന് മുറിരണ്ട് എന്ന തരത്തിലല്ല, രണ്ടിനെയും വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ ഒരുമിപ്പിക്കുകയും ലയിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. Ecumenism as affirming space. പ്രഥമമായി എക്യുമെനിസം എന്നത് ജീവന ഇടങ്ങളെ ഉറപ്പിക്കുന്ന അനുഭവമാണ്. Ecumenism as affirming space for all on the terms of the weak and the vulnerable. രണ്ടാമതായി എക്യുമെനിസം എന്ന് പറയുന്നത് ഏറ്റവും ദുർബലന്റെയും ചെറിയവന്റെയും കാഴ്ചപ്പാടിലൂടെ അനുഭവത്തിലൂടെ എല്ലാവരെയും കാണുന്ന ഒരനുഭവമാണ്. Ecumenical spirit as the attribute of God which should be reflected in us. എക്യുമെനിക്കൽ സ്വഭാവം എന്നത് ദൈവ സ്വഭാവത്തിന്റെ നമ്മിലുള്ള പ്രതിഫലനമാണ്. What is the implication of this for our day-to-day living? നമ്മുടെ അനുദിന ജീവിതത്തിന് എന്താണ് ഇത് നമ്മോട് ആവശ്യപ്പെടുന്നത്? In a market-driven world, in a profit-driven world, competition rules the roost. ഇന്നത്തെ ഒരു പ്രത്യേക ലോകത്തിൽ എല്ലാം മത്സരാധിഷ്ഠിതമാണ്. എന്തുകൊണ്ടെന്നാൽ ഇതെല്ലാം ഒരു വിപണിയിലാണ് ഇന്നത്തെ ലോകം നിലനിൽക്കുന്നത്. If you have to come up, you have to push somebody down. നമുക്ക് ഉയരണമെങ്കിൽ മറ്റാരെയെങ്കിലും ചവിട്ടിത്താത്താൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ. If you have to make 5 more talents with the 5 talents that you have to dispossess somebody else. നമുക്ക് 5 താലന്ത് കൂടെ നേടണമെങ്കിൽ മറ്റാരെയെങ്കിലും ഇല്ലായ്മ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇന്നത്തെ ലോകത്തിന്റെ ദുഃഖകരമായ പ്രത്യയശാസ്ത്രം. But the spirit of ecumenism is about collaboration, not competition. എന്നാൽ പ്രിയമുള്ളവരെ, സഭൈക്യ പ്രസ്ഥാനത്തിന്റെ എക്യുമെനിസത്തിന്റെ ഒരു വലിയ ദർശനം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മത്സരാധിഷ്ഠിതമായ ജീവിതശൈലിയല്ല, അത് പരസ്പര സഹകരണത്തിന്റെയും ഉൾക്കൊള്ളലിന്റെയും ഒരു വ്യത്യസ്തമായ ജീവിതശൈലിയാണ്. It is about making strategic alliances. അത് വളരെ തന്ത്രപൂർവമായ അനുഗ്രഹകരമായ ബന്ധങ്ങൾ ഉടലെടുക്കുന്നതും അതിനെ പരിരക്ഷിക്കുന്നതുമായ അനുഭവമാണ്. Do we have examples of this in Jesus' life? യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ടോ? I can just remember 2 and I will close with that. 2 സംഭവങ്ങൾ മാത്രം പങ്കുവെച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. In the Gospel according to St. Mark, chapter 9, verses 38, 39 and 40. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ Jesus' disciples come and tell Jesus that we saw somebody casting out demons in your name and we tried to stop him. കർത്താവിൻ്റെ ശിഷ്യന്മാർ യോഹന്നാൻ അവനോടൊന്ന് പറയുകയാണ്, ഗുരു, ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്ന ഞങ്ങൾ കണ്ടു, അവൻ നമ്മെ അനുഗമിക്കായകൊണ്ട് ഞങ്ങൾ അവനെ വിരോധിച്ചു. Jesus said, no, don't stop him. യേശു പറയുകയാണ്, അങ്ങനെയല്ല, അവനെ വിരോധിക്കരുത്. Whoever is not against us is with us. നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലമല്ലോ. It is about collaborating with others. It is about making strategic alliances with others. ഈ ഒരു സംഭവം, കർത്താവിൻ്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റുള്ളവരുമായി എങ്ങനെ ഏറ്റവും ഗുണപരമായ ബന്ധങ്ങൾ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും, മറ്റുള്ളവരുമായി എങ്ങനെ ഏറ്റവും അനുഗ്രഹകരമായ പങ്കാളിത്ത പരിപാടികൾ നമുക്ക് ആരംഭിക്കാൻ കഴിയുമെന്നാണ്. One more verse, one more example. ഒരു വാക്യം കൂടെ. Gospel according to St. John, chapter 10, verse 16 reads like this. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. Here we know this verse which is very familiar. We read about Jesus saying, I have other sheep other than those in this fold. ഈ വാക്യം ഇപ്രകാരമാണ്. കർത്താവ് പറയുകയാണ്, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. I have to lead them on. അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു.
In our Tamil translation, it says bring in, which is a wrong translation. തമിഴ് പരിഭാഷയിൽ അവരെ കൂടെ നമ്മോടൊപ്പം ചേർക്കണമെന്നാണ് പരിഭാഷപ്പെടുത്തിയത്. അത് യാഥാർത്ഥ്യം, അത് അല്പം അവിടെ പിശകുണ്ട്. In the recent translation, they have corrected that. We have to lead them on. എന്നാൽ ഏറ്റവും അടുത്ത് നടത്തിയ പരിഭാഷയിൽ അതിൻ്റെ ആ തെറ്റ് തിരുത്തി അവരെ നാം നടത്തേണ്ടതാകുന്നു, മുൻപോട്ട് നടത്തേണ്ടതാകുന്നു എന്ന് ആ പരിഭാഷ ഭേദപ്പെടുത്തിയിട്ടുണ്ട്. So Jesus recognizes sheep in different fold, moving towards one direction of a flock and a shepherd. വിവിധ തൊഴുത്തുകളിലുള്ള ആടുകളെ പറ്റിയാണ് കർത്താവ് പറയുന്നത്. എന്നാൽ അവ വിവിധ തൊഴുത്തുകളിലാണെങ്കിലും ഒരു ഇടയനും ഒരു കൂട്ടം എന്ന അനുഭവത്തിലേക്കാണ് ഈ ആടുകൾ മുൻപോട്ട് നടക്കുന്നത്. One question or doubt may come into our mind. നമ്മുടെ മനസ്സിൽ ഒരു സംശയം ഉദിച്ചേക്കാം. If you are talking about affirming space, if you are talking about affirming space for all, if you are talking that is the attribute of God, is there no yardstick? Is everything okay? നാം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ജീവന ഇടങ്ങളെ പരിപോഷിക്കുന്നതിനെ പറ്റിയും മറ്റുള്ളവരെ പ്രധാനമായി ഏറ്റവും ചെറിയവരുടെ പരമാധികാരത്തെ പറ്റിയും ഒക്കെ നാം പറയുമ്പോൾ നമുക്ക് പ്രത്യേകമായ മാനദണ്ഡങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ഏവരെയും ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുമോ എന്നൊരു സംശയം നമുക്കുണ്ടായേക്കാം. We have a very simple yardstick. നമുക്ക് ഏറ്റവും ലളിതമായ ഒരു അളവുകോൽ മാത്രമാണുള്ളത്. You know that yardstick. നമുക്ക് ആ ഒരു മാനദണ്ഡം എന്താണ് എന്നറിയാം. Many of the speakers before me have mentioned many yardsticks. എനിക്ക് മുൻപേ സംസാരിച്ചവർ വിവിധ തരത്തിലുള്ള അളവുകോലുകളെ പറ്റിയൊക്കെയും പരാമർശിക്കുകയുണ്ടായി. John 10:10. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം, I came so that they may have life and life in its abundance. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ എന്ന് കർത്താവ് പറയുന്നു. Ecumenism is about affirming space. എക്യുമെനിസം എന്ന് പറയുന്നത് ജീവന ഇടങ്ങളെ പരിപോഷിപ്പിക്കുന്നതാണ്. It is about affirming space for all on the terms of the weak and the vulnerable. ഏറ്റവും ദുർബലന്റെയും ചെറിയവന്റെയും കാഴ്ചപ്പാടിലൂടെ ഏവരെയും ഒരുമിച്ച് കാണുന്നതാണ് എക്യുമെനിസം. It is an attribute of God which is an inseparable movement towards each other. പരസ്പരം അവിഭാജ്യമായ ഒരു പങ്കുചേരലിലേക്ക് മുൻപോട്ട് നീങ്ങുന്ന ദൈവ സ്വഭാവത്തിന്റെ സവിശേഷതയാണ് എക്യുമെനിസം. Collaborating with all, ഏവരുമായി പങ്കുചേരുന്ന ഒരു കൂട്ടായ്മ അനുഭവം. If and only if it affirms life and life in abundance for everyone. എല്ലാവർക്കും ജീവൻ നൽകുന്നതും സമൃദ്ധിയായ ജീവൻ നൽകുന്നതുമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുമിക്കുന്ന അനുഭവമാണ് എക്യുമെനിസം. Those of us who are in the field of mission will understand that John 10:10 was the basis for mission in the 1910 Edinburgh Assembly. 1910 എഡിൻബറോ അസംബ്ലിയിൽ ഈ ഒരു വേദഭാഗമാണ് അതിൻ്റെ അടിസ്ഥാനമായിരുന്നത് എന്ന് ഈ മേഖലയിൽ അതുമായി അത് പഠിക്കുകയും അതുമായി ഇടപെടുകയും ചെയ്യുന്നവർക്ക് അറിയാവുന്നതാണല്ലോ. Today we talk about Matthew 28 and the last few verses of going and making disciples. That comes much later in Christian history. എന്നാൽ ക്രിസ്തീയ സഭാ ചരിത്രത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ ലോകമെമ്പാടും പോയി ശിഷ്യന്മാരെ കണ്ടെത്തുക എന്ന വാക്യം അതിനുശേഷം വളരെ കാലം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഭാഗമായി വരുന്നത്. We are also told in the Indian missiological landscape it caught our attention along with colonial expansion. പലപ്പോഴും ഭാരതത്തിലെ സുവിശേഷ ഭൂമികയിൽ അതൊരു തരത്തിലുള്ള സാമ്രാജ്യത്വത്തിൻ്റെ അനുഭവമായി, സാമ്രാജ്യത്തിൻ്റെ വികാസത്തിൻ്റെ ഭാഗമായി ആ ഒരു ചിന്താഗതി അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. Therefore, my friends, as you go out into this world as ecumenical witnesses bearing the attribute of God, പ്രിയമുള്ളവരെ, നാം എക്യുമെനിസത്തിന്റെ സഭൈക്യ പ്രസ്ഥാനത്തിന്റെ സാക്ഷികളായി ലോകത്തേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവ വിശേഷത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതിഫലിപ്പിക്കാം. affirm space in your own lives. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിനു വേണ്ടിയുള്ള ജീവന ഇടങ്ങളെ നിങ്ങൾ പരിപോഷിപ്പിക്കുക. In your own families, in your own church, in your own neighborhood. നിങ്ങളുടെ അയൽക്കൂട്ടങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ സഭകളിലും ഈ ഒരു വലിയ എക്യുമെനിക്കൽ കൂട്ടായ്മയും സാക്ഷ്യവും ജീവന ഇടങ്ങളുടെ അനുഭവവും നിങ്ങൾ പരിപോഷിപ്പിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. Practice making your plans, your agenda, your budget.
everything that we do in Christian church from the perspective of the weak and vulnerable. ഏറ്റവും ദുർബലന്റെയും ഏറ്റവും ചെറിയവന്റെയും ബലഹീനന്റെയും മാത്രം പരിപേക്ഷ്യത്തിലൂടെ നിങ്ങളുടെ പ്രവർത്തന പരിപാടികളും നിങ്ങളുടെ ബജറ്റുകളും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ ക്രമീകരിക്കുക, ഏകോപിപ്പിക്കുക. In doing all this, ഇതിലൂടെയൊക്കെയും grow in the stature of Christ. ക്രിസ്തുവിന്റെ തലയോളം വളരുക. Grow in the stature of the attributes of the triune God. ദൈവരാജ്യത്തിന്റെ അല്ലെങ്കിൽ ത്രിയേക ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകളിലേക്ക്, ആ ദൈവിക ഭാവത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് വളരാം.